നമസ്കാരം, വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കൂട്ടായി മംഗലംകടവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പും തിരൂർ പോലീസും ചേർന്ന് പരിശോധന നടത്തി. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞ് ചെറിയ കണ്ണികളുള്ള വലകളും മുളങ്കാലുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന തടയും കെണികളും റെസ്ക്യൂ ഗാർഡിന്റെ സഹായത്തോടെ നീക്കം ചെയ്തു. Class Center for Competitive Examinations, KKM College Building, Ring Road, Tirur. KPR Building near IDBI Bank, Ring Road, Tirur. ജില്ലയിലെ ഉൾനാടൻ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് ജലാശയങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് കൂട്ടായി മംഗലം കടവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയത്. ജലമലിനീകരണം, അമിത മത്സ്യബന്ധനം, ചെറുമത്സ്യങ്ങളെ പിടിച്ചെടുക്കൽ, നിരോധിത മത്സ്യബന്ധന രീതികൾ എന്നിവ മൂലം ഉൾനാടൻ മത്സ്യസമ്പത്ത് കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് ഫിഷറീസ് വകുപ്പ് പെട്രോളിംഗ് ശക്തമാക്കിയത്. അതെ, ഇത് കേരള ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് പ്രകാരമുള്ള ഇൻബൗണ്ടിങ് നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ഈ നമ്മൾ ട്രോൾ ബാൻ നടക്കുന്ന സമയത്ത് ഈ മത്സ്യത്തിന്റെ പ്രജനനം നടക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് നമ്മൾ ഈ നിയമം കൂടുതലായിട്ട് ശക്തിപ്പെടുത്താറുണ്ട്. ഈ സമയത്ത് മത്സ്യങ്ങൾ മുട്ടയിടുന്നതിന് വേണ്ടി മൈഗ്രേഷൻ നടത്തുന്ന സമയമാണ്. ഈ സമയത്ത് ഈ വലകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് മത്സ്യത്തിന്റെ പ്രജനനത്തിനെ തന്നെ ബാധിക്കും. അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് പ്രകാരം ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത വലകളോ യാനങ്ങളോ ഉപയോഗിച്ചിട്ട് മത്സ്യബന്ധനം നടത്താനേ പാടില്ല പൊതുജലാശയങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്യുന്നത് അതാണ്. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെയാണ് ഈ വലകൾ ഇവിടെ നാട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ വലക്കണ്ണികളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെറിയ മത്സ്യങ്ങളെയും അത് നമ്മൾ നശിപ്പിക്കും. അതുപോലെ തന്നെ പുഴയുടെ ഇത് നമുക്കിവിടെ കാണാം, കൂട്ടായി പാലം കാണാം. ഈ പാലത്തിന് ഒരു വശത്തായിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുഴയുടെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. അത് ഈ ആക്ടിൽ 5ാമത്തെ വകുപ്പിൽ പെടുന്നതാണ്. 5ാമത്തെ വകുപ്പിൽ F സബ് ഡിവിഷൻ പ്രകാരമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ നിയമലംഘനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മുന്നേ വാക്കാല നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് നിയമപരമായിട്ടുള്ളതല്ല, ഇത് മാറ്റണമെന്ന്. പക്ഷെ അവർ മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ പെട്രോളിംഗ് ശക്തമായ ഈ സമയത്ത് നമുക്കിത് മാറ്റാനുള്ള നിർദ്ദേശം വന്നതാണ്. അത് പ്രകാരം നമ്മൾ ഇത് ഫുള്ള് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് തുടർ ദിവസങ്ങളിൽ ഇതുപോലെ നമ്മുടെ ജില്ലയിലും നമ്മുടെ ഈ പരിസരത്തും കൂടുതലായിട്ട് പെട്രോളിംഗ് നടത്തി ഇൻബൗണ്ടിങ് നടത്തുന്നതായിരിക്കും. മത്സ്യപ്രജനന സമയത്ത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞ് ചെറിയ കണ്ണികളുള്ള വലകളും മുളങ്കാലുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന തടയും കെണികളും റെസ്ക്യൂ ഗാർഡിന്റെ സഹായത്തോടെ നീക്കം ചെയ്തു. ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യങ്ങളുടെ പ്രജനന സമയമായതിനാൽ മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ ഫിഷറീസ് വകുപ്പ് ആക്ട് പ്രകാരം ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും ജില്ലയിലുടനീളം പരിശോധന നടത്തുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രശാന്തൻ അറിയിച്ചു. പുറത്തൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, CGAF ഫിഷറീസ് ഓഫീസർ അനഘ, സുരാജ്, ജഷീദ, മുഹമ്മദ് അഷ്റഫ്, മൻസൂർ, അബ്ദുൾ ജലീൽ, ദിനേശൻ തുടങ്ങിയ ഫിഷറീസ് വകുപ്പ് ജീവനക്കാരും സിവിൽ പോലീസ് ഓഫീസർമാരും പങ്കെടുത്തു. പൊതുജലാശയങ്ങളിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജില്ലാ ഫിഷറീസ് മേധാവിയെയോ ഇൻലാൻഡ് പെട്രോളിംഗ് സ്ക്വാഡിനെയോ വിവരമറിയിക്കണമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. വെട്ടം ന്യൂസ്, കൂട്ടായി.